ഇന്ത്യയിലൊരു ബ്രസ്റ്റ് ക്യാൻസർ വന്നാൽ 10-6 പേരേ ഉള്ളൂ അത് അച്ചീവ് ചെയ്യുന്നത്. ആഫ്രിക്കൻ കൺട്രീസിലൊക്കെ 10-4 പേരെ നമുക്ക് രക്ഷിക്കാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ വ്യത്യാസം എന്ന് ആലോചിക്കുമ്പോൾ അത് എപ്പോൾ കണ്ടുപിടിക്കുന്നു എന്നുള്ള റേറ്റിലാണ്. സ്തനാർബുദ ക്യാൻസറിൻ്റെ സ്റ്റേജ് മാറും. അപ്പോൾ അങ്ങനെ സ്റ്റേജ് മാറിക്കഴിയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ട്രീറ്റ്മെൻറ്റ് നമുക്ക് കൃത്യമായിട്ട് കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതും നമ്മൾ ചെയ്യണം. എസ്പെഷ്യലി കുടുംബത്തെ ആർക്കെങ്കിലുമൊക്കെ ബ്രസ്റ്റ് ക്യാൻസറോ അണ്ഡാശയ ക്യാൻസറോ യൂട്രൈൻ ക്യാൻസറോ അല്ലെങ്കിൽ കുടലിൽ ക്യാൻസറോ ഉള്ളവർ, ഇതെല്ലാം ഒരു ഗ്രൂപ്പിൽ വരുന്ന ക്യാൻസറാണ്. ഒക്ടോബർ മാസം എന്ന് പറയുന്നത് ബ്രസ്റ്റ് ക്യാൻസർ അവബോധ മാസമാണ്. അത് മാത്രമല്ല, ഇന്ന് നമ്മളോടൊപ്പം ഈ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് സംസാരിക്കാൻ ഉള്ളത് ഡോക്ടർ ലക്ഷ്മി അമ്മാളാണ്, SUT ഹോസ്പിറ്റൽ പട്ടം. ഡോക്ടർ, വെൽക്കം ടു ദ ഷോ. ഡോക്ടർ, ഈ ബ്രസ്റ്റ് ക്യാൻസർ മന്താണ്. അപ്പോൾ ഈ ഒരു മന്തിൽ ബ്രസ്റ്റ് ക്യാൻസർ വരാനുള്ള സാധ്യതകൾ എന്തൊക്കെയാണെന്നും അത് മാത്രമല്ല വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യാന്നുള്ളതും അറിയാൻ പറ്റില്ല. ബ്രസ്റ്റ് ക്യാൻസർ വരുന്നത് എങ്ങനെയാണെന്ന് പോലും അറിയാൻ പറ്റില്ല. അപ്പോൾ ഒന്ന് വിശദീകരിക്കാമോ? ഞാനൊരു ഗൈനക്കോളജിസ്റ്റാണ്. അപ്പം അതുകൊണ്ട് ഈ ബ്രസ്റ്റ് ക്യാൻസർ വന്നു കഴിഞ്ഞാൽ ചെയ്യുന്ന കാര്യങ്ങളെപ്പറ്റി ആധികാരികമായിട്ട് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ നമ്മൾ ഈ മാസം, ഒരു ഒക്ടോബർ മാസം നമ്മളൊരു ലോകം മുഴുവൻ തന്നെ ബ്രസ്റ്റ് ക്യാൻസർ അവബോധ മാസമായിട്ടാണ് നമ്മൾ ആചരിക്കുന്നത്. അതെന്തുകൊണ്ടാണ് ഡോക്ടർ അങ്ങനെ ആചരിക്കുക? അതിന് ഒരു കാരണമുണ്ട്. ഇപ്പം സ്ത്രീകളിൽ വളരെയധികം കാണുന്ന ഒരു ക്യാൻസറാണ് ഈ മാറിടത്തിലെ ക്യാൻസർ, സ്തനാർബുദം. അപ്പോൾ ഈ സ്തനാർബുദം നമ്മൾ നേരത്തെ കണ്ടുപിടിക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. കാരണം ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാ ക്യാൻസറും നേരത്തെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അവരുടെ ജീവിതം കുറച്ചുകൂടെ സുഖകരമായിട്ട് പോകും. ഇപ്പം നമ്മൾ ആ ലൈഫ് എക്സ്പെക്റ്റൻസി എന്നുള്ളൊരു കാര്യം, അല്ലെങ്കിൽ ക്യൂർ എന്നൊരു കാര്യം ഉണ്ടല്ലോ. ഇപ്പം നമ്മൾ കണ്ടേക്കുന്നത് ഈ ഡെവലപ്ഡ് കൺട്രീസിൽ, അതായത് നല്ലപോലെ വികസിത രാജ്യങ്ങളിൽ നമ്മൾ കണ്ടേക്കുന്നത് അവർ ഒരു 10-9 പേരും 5 വർഷം വരെ സുഖമായിട്ട് ജീവിക്കുന്നു എന്നാണ്. 5 വർഷം കഴിഞ്ഞും ജീവിക്കും. നമ്മളെപ്പോഴും ഒരു 5 ഇയർ സർവൈവൽ റേറ്റ് എന്നാണ്. 10-9 പേരും സുഖമായി പോന്നു എന്നാണ് നമ്മൾ കാണുന്നത്. അതേസമയം ഇന്ത്യയിലൊരു ബ്രസ്റ്റ് ക്യാൻസർ വന്നാൽ 10-6 പേരേ ഉള്ളൂ അത് അച്ചീവ് ചെയ്യുന്നത്. ആഫ്രിക്കൻ കൺട്രീസിലൊക്കെ 10-4 പേരെ നമുക്ക് രക്ഷിക്കാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ വ്യത്യാസം എന്ന് ആലോചിക്കുമ്പോൾ അത് എപ്പോൾ കണ്ടുപിടിക്കുന്നു എന്നുള്ള റേറ്റിലാണ്. എല്ലാ ക്യാൻസറുകളും നേരത്തെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഫലവത്തായ ഒരു ചികിത്സ നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഈ ക്യാൻസറിൻ്റെ സ്റ്റേജ് കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ ചികിത്സയും വളരെ കോംപ്ലിക്കേറ്റഡ് ആവും. സങ്കീർണതയുള്ള ചികിത്സയെ കൊടുക്കാനും പറ്റും. അതുകൊണ്ട് നമുക്കൊരു നല്ല ക്യൂർ കിട്ടുകയുമില്ല. അപ്പം നമ്മൾ ഈ ലോകമെമ്പാടും ഇത്രയധികം വ്യത്യാസങ്ങൾ, ഡെവലപ്ഡ് കൺട്രി ആണോ ഡെവലപ്പിംഗ് കൺട്രി ആണോ എന്നുള്ളതനുസരിച്ച് വ്യത്യാസങ്ങൾ വന്നപ്പോൾ ലോകത്തെല്ലാവർക്കും ഒരു അവബോധം കൊടുക്കാനായിട്ട്, അതായത് ഇത് നേരത്തെ കണ്ടുപിടിക്കണം, എല്ലാവർക്കും തന്നെ ഒരുപോലുള്ള ചികിത്സ കിട്ടണം, പിന്നെ ഇത് പബ്ലിക്കിന് അറിയണമല്ലോ, അതായത് പൊതുജനങ്ങൾ ഇതിനെപ്പറ്റി അവർക്കൊരു അവബോധം ഉണ്ടായാലേ അവർ ഡോക്ടറെ അടുത്ത് വരികയുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് ഇതൊരു പിങ്ക് മന്തായിട്ട്, ഒരു സ്തനാർബുദ അവബോധ മാസമായിട്ട് നമ്മൾ ആചരിക്കുന്നത്. അപ്പോൾ എന്നോട് ചോദിച്ചല്ലോ, എന്തിനാ നേരത്തെ കണ്ടുപിടിച്ചാലുള്ള ഗുണം എന്താ? ഇത് ഏറ്റവും കൂടുതലും സ്തനാർബുദം തനിയെ കണ്ടുപിടിച്ചിട്ടാണ് സ്ത്രീകൾ വരുന്നത്. എൻ്റെ മാറിടത്തിൽ എന്തോ ഒരു കല്ലിപ്പുണ്ട്, അല്ലെങ്കിൽ എൻ്റെ മാറിടത്തിൽ നിന്ന് രക്തം കലർന്ന ഒരു ദ്രാവകം വരുന്നു. വേദന എന്ന് പറയുന്നത് ആദ്യത്തെ സ്റ്റേജിൽ, പ്രാരംഭദശയിൽ കാണാറില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടായിരിക്കും ആൾക്കാർ വരുന്നത്. അപ്പോൾ വരുമ്പോൾ നമ്മളൊരു സ്കാൻ ചെയ്ത് നോക്കി അതിനകത്ത് കുത്തിയെടുക്കുമ്പോഴത്തേക്കാണ് അത് സ്തനാർബുദമാണ് എന്ന് മനസ്സിലാവുന്നത്. ഈ നമ്മൾ അതിനകത്തുള്ള മുഴയുടെ വലിപ്പം കൂടിക്കഴിയുമ്പോൾ ആ സ്തനാർബുദ ക്യാൻസറിൻ്റെ സ്റ്റേജ് മാറും. അപ്പം അങ്ങനെ സ്റ്റേജ് മാറിക്കഴിയുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ട്രീറ്റ്മെൻറ്റ് നമുക്ക് കൃത്യമായിട്ട് കൊടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ ഇതെങ്ങനെ നേരത്തെ കണ്ടുപിടിക്കാൻ പറ്റും? എല്ലാ സ്ത്രീകളോടും ഇടയ്ക്കിടയ്ക്ക് വന്ന് ബ്രസ്റ്റ് പരിശോധിക്കണമെന്ന് പറയുന്നത് നടപ്പിലുള്ള കാര്യമല്ല. അപ്പം നമ്മൾ പൊതുജനത്തിന് പറഞ്ഞു കൊടുക്കണം എങ്ങനെയാണിത് കണ്ടുപിടിക്കുന്നത്. അത് ഈ സ്തനം പരിശോധിക്കാനൊരു പ്രത്യേക രീതിയുണ്ട്.
ഇപ്പോൾ യൂട്യൂബ് നോക്കിയാൽ എല്ലാ യൂട്യൂബിലും അതുണ്ടാവും. അതെങ്ങനെയാണ് നമ്മൾ തനിയെ, ഒരു സ്ത്രീ തനിയെ തന്നെ പരിശോധിക്കേണ്ടതെന്ന്. അപ്പം ഞാൻ എൻ്റെ അടുത്ത് വരുന്ന സ്ത്രീകളോടൊക്കെ പറയും, എല്ലാ മാസവും ഈ മാസക്കുളിയുടെ സമയത്ത് അല്ലെങ്കിൽ മാസക്കുളിക്ക് തൊട്ട് മുമ്പ് ഹോർമോൺസിൻ്റെ വ്യത്യാസമുള്ളത് കൊണ്ട് അവരവർ സ്വയമാണെങ്കിൽ പോലും സ്തനം പരിശോധിക്കുമ്പോൾ അതിനകത്ത് മുഴകളുള്ളതുപോലെ തോന്നും. അതുപോലെ സ്തനം ഇങ്ങനെ തേച്ച് വേണം നമ്മൾ നോക്കാൻ. ഇങ്ങനെ പിടിച്ചു നോക്കിയാൽ സ്തനത്തിനകത്തുള്ള ഗ്രന്ഥികൾ കൊണ്ട് തന്നെ നമുക്ക് തോന്നും പ്രശ്നമുണ്ടെന്ന് നമുക്ക് തോന്നും. അതുകൊണ്ട് മാസമുറ കഴിഞ്ഞ് ഒരു 10 ദിവസം കഴിയുമ്പോഴാണ് ഈ തനിയെ ഇത്, എല്ലാ മാസവും അത് നോക്കണം. 10 ദിവസം കഴിയുമ്പോൾ കണ്ണാടിയുടെ മുമ്പിൽ നിന്നിട്ട് എങ്ങനെയാണോ അത് പരിശോധിക്കേണ്ടത് ആ രീതിയിൽ 2 സ്ഥലങ്ങളും നോക്കണം. വലിപ്പത്തിൽ വ്യത്യാസം വന്നിട്ടുണ്ടോ, നിപ്പിൾ നോർമലാണോ, നിപ്പിൾ അകത്തോട്ട് കയറിപ്പോയിട്ടുണ്ടോ, അവിടുത്തെ തൊലിപ്പുറത്തിന് എന്തെങ്കിലും വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കക്ഷവും നമ്മൾ പരിശോധിച്ച് നോക്കണം. കാര്യം ഇവിടെ ഒരു മുഴ വന്നാൽ അത് സ്പ്രെഡ് ചെയ്ത് ഈ കക്ഷത്ത് കഴലകളുണ്ടാവാം. അപ്പം ആ ബോധം നമ്മൾ എല്ലാവർക്കും കൊടുക്കണം. അതിനു വേണ്ടിയിട്ട് നമ്മൾ ഈ ഓരോരോ സംഘടനകൾ, സ്കൂളുകൾ, പേരൻറ് ടീച്ചേഴ്സ് അസോസിയേഷൻ, ഇവർക്കെല്ലാവർക്കും തന്നെ ഡോക്ടേഴ്സ് ഒരു അവബോധം കൊടുക്കണം. അപ്പോൾ ഈ മാസം മൊത്തം അതിനായിട്ട് ഉപയോഗിക്കണം എന്നുള്ളതാണ്. പിന്നെ സ്ത്രീകൾക്ക് ചെയ്യാൻ പറ്റുന്നത് സ്വയമായി പരിശോധിക്കുക. ഡോക്ടർമാർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇപ്പോൾ ഒരു ഗൈനക്കോളജിസ്റ്റിൻ്റെ അടുത്ത് ചെന്ന് സാധാരണഗതിയിൽ യോനിഭാഗവും ഗർഭപാത്രവും ഒക്കെ നോക്കിവിടും. അതല്ലാതെ ഒരു 2 മിനിറ്റ് എടുത്ത് അവരുടെ സ്ത്രീകളുടെ സ്തനവും നമ്മൾ പരിശോധിക്കണം. പരിശോധിച്ച് നോക്കി അവർക്ക് എല്ലാവർക്കും തന്നെ വർഷത്തിലൊരിക്കലെങ്കിലും ഒരു മാമോഗ്രാം, പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ വർഷത്തിലൊരിക്കൽ മാമോഗ്രാം ചെയ്യണം എന്നാണ്. നമ്മുടെ അവിടെ അത് അത്രയും നടന്നില്ലെങ്കിലും ഈ ഒരു അവബോധം ഉണ്ടാക്കി കൊടുക്കുക. പിന്നെ വർഷാവർഷം ഒരു സ്കാനെങ്കിലും, ഒരു മാമോഗ്രാം എല്ലാവരും ചെയ്യണം. അതുകൂടാതെ ഒരു സ്കാനിങ്, ബ്രസ്റ്റിൻ്റെ സ്കാനിങ്ങും ചെയ്യാം. അപ്പം മുഴകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. അപ്പം ഗൈനക്കോളജിസ്റ്റുകൾ എല്ലാവരും തന്നെ നമ്മളുടെ അടുത്ത് വരുന്ന സ്ത്രീകളുടെ ബ്രസ്റ്റ് ഒന്ന് പരിശോധിക്കുക. എങ്ങനെ ചെയ്യണം എന്നുള്ളത് അവർക്ക് പറഞ്ഞു കൊടുക്കാം. പിന്നെ നമ്മൾ ഈ ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ ഒരു പ്രത്യേകത, അത് പരമ്പരാഗതമായിട്ട് പോകുന്നു എന്നുള്ളതാണ്. അപ്പോൾ സ്ത്രീകൾക്ക് എല്ലാവർക്കും പറഞ്ഞു കൊടുക്കണം, കുടുംബത്ത് ആർക്കെങ്കിലും ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടെങ്കിൽ അവർ കൃത്യമായും എല്ലാ വർഷവും മാമോഗ്രാം ചെയ്ത് നോക്കണം. മാമോഗ്രാമിൽ കൂടെ വളരെ ചെറിയ, അതായത് മില്ലിമീറ്റർ വലിപ്പമുള്ള ബ്രസ്റ്റ് ക്യാൻസർ കണ്ടുപിടിക്കാൻ പറ്റും. ഈവൻ അതിനകത്തുള്ള കാൽസിഫിക്കേഷൻ എന്ന് പറയും, മൈക്രോ കാൽസിഫിക്കേഷൻ കണ്ടാലും ഉടൻ കുത്തിയെടുത്ത് പരിശോധിച്ചാൽ വളരെ ഏർലി സ്റ്റേജിൽ നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ അത് വന്നു കഴിഞ്ഞാൽ എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്നൊരു ചോദ്യം ചോദിച്ചല്ലോ. ജനറലി നമ്മൾ പറയുകയാണെങ്കിൽ പണ്ട് ആ ബ്രസ്റ്റ് അങ്ങ് എടുത്തു കളയുക. ആ ബ്രസ്റ്റ് എടുത്തു കളഞ്ഞിട്ട് ബ്രസ്റ്റ് മാത്രമല്ല ഈ കഴലകൾ ഞാൻ പറഞ്ഞില്ലേ, കക്ഷത്തെ കഴലകളും എടുത്തു കളയണം. പിന്നെ അത് കഴിഞ്ഞ് അതിന് കീമോതെറാപ്പി എന്തായാലും വേണം. അതിൻ്റെ കൂട്ടത്തിൽ ചിലപ്പോൾ റേഡിയോതെറാപ്പി. പക്ഷെ നേരത്തെ നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഇപ്പം മുഴ മാത്രമായിട്ട് എടുത്ത് മാറ്റാൻ പറ്റും. മുഴ മാത്രമായിട്ട് എടുത്ത് മാറ്റി ചിലപ്പോൾ റേഡിയോതെറാപ്പി മാത്രം, ചിലപ്പോൾ അതും വേണ്ട, അങ്ങനെയും വരും. അതായത് ഈ മുഴകൾ വരുന്ന സ്ഥലത്തുനിന്ന് പുറത്തേക്ക് വ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ, പുറത്തേക്കെന്ന് പറഞ്ഞാൽ ബ്രസ്റ്റിനകത്ത് തന്നെ വ്യാപിക്കുന്നതിന് മുമ്പ് കണ്ടുപിടിക്കാൻ മാമോഗ്രാം നമ്മളെ സഹായിക്കും. അപ്പോൾ അതും നമ്മൾ ചെയ്യണം. എസ്പെഷ്യലി കുടുംബത്ത് ആർക്കെങ്കിലുമൊക്കെ ബ്രസ്റ്റ് ക്യാൻസറോ അണ്ടാശയ ക്യാൻസറോ യൂട്രൈൻ ക്യാൻസറോ അല്ലെങ്കിൽ കുടലിൽ ക്യാൻസറോ ഉള്ളവർ, ഇതെല്ലാം ഒരു ഗ്രൂപ്പിൽ വരുന്ന ക്യാൻസറാണ്. അതുണ്ടെന്നുണ്ടെങ്കിൽ അവരിതൊക്കെ ഡോക്ടറെ കണ്ട് ഞാൻ നേരത്തെ ഒരു മെഡിക്കൽ ചെക്കപ്പിന് വിധേയരാവേണ്ടതാണ്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒക്ടോബർ മാസം ഉപയോഗിക്കുന്നത്. കാര്യം ഒരു ക്യാൻസർ വന്നു കഴിഞ്ഞ് ഒരു ബ്രസ്റ്റ് എടുത്ത് കളയുക എന്ന് പറയുമ്പോൾ തന്നെ സ്ത്രീകൾക്കത് മാനസികമായിട്ട് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പിന്നെ കീമോതെറാപ്പി നല്ല ബുദ്ധിമുട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണത്. അപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ കുറേ കാലം അങ്ങനെ പോയി കിട്ടും കഷ്ടപ്പാടുകളിലൂടെ കീമോതെറാപ്പി. ഇതൊക്കെ വരുന്നതിന് മുമ്പ് നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ ഇതെല്ലാം ഫലവത്തായിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റും. ഈവൻ ബ്രസ്റ്റ് എടുത്ത് കളഞ്ഞാലും കീമോതെറാപ്പി കഴിഞ്ഞാലും ഒരുപാട് വർഷം സുഖമായിട്ട് ജീവിക്കാൻ പറ്റും. പക്ഷേ ഇതൊക്കെ വരുന്നതിന് മുമ്പ് കണ്ടുപിടിക്കുകയാണെങ്കിൽ ഈ കഷ്ടപ്പാടിലൂടെ നമ്മൾ പോകേണ്ട കാര്യമില്ലല്ലോ. അപ്പം അത് കണ്ടുപിടിക്കാൻ പറ്റും. അതാണ് നമ്മൾ ഈ ഒക്ടോബർ മാസം അതിനുവേണ്ടി നീക്കി വെച്ചിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു ഡോക്ടർ. ബ്രസ്റ്റ് ക്യാൻസർ മന്ത്, അതിനെക്കുറിച്ചുള്ളൊരു അവബോധമായിരുന്നു ഡോക്ടർ ലക്ഷ്മി അമ്മാൾ നമുക്ക് തന്നത്. താങ്ക് യു സോ മച്ച് മാം. നമസ്കാരം.